മടങ്ങി വരട്ടെ. ഇന്ന് വാഴുക എന്നൊരു വിഷയമാണ് എന്നോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞത്. ചിലത് വാഴരുത്, ചിലത് വാഴണം. ദൈവം വാഴുന്നവനാണ്. ഒരമയം പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം ആരാണ്? വാഴുന്ന ദൈവമാണ്. യഹോവ വാഴുന്നു. വായിക്കാം 89-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. അധികമായി വചനം വായിക്കുമ്പോൾ പാസ്റ്റർ ഇത്രയും വചനം ഒന്നും വേണ്ടെന്ന് പറയരുത് കേട്ടോ. വചനം കുറവാണെങ്കിൽ പറയും പാസ്റ്റർ വാക്യമൊന്നും വായിച്ചില്ല, കൂടുതലാണെങ്കിൽ പറയും ഇത്രയും വാക്യം പോകും. മക്കളെ, എത്രമാത്രം വചനം കിട്ടുമോ അത്രമാത്രം അനുഗ്രഹമാണ്. ഒരമയം പറഞ്ഞാട്ടെ. എൻ്റെ വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണ് ദൈവം എടുത്തു തരുന്ന റേമ. എഴുതി വെക്ക് ഹൃദയമാകുന്ന മാംസപ്പലകയിൽ. വായിച്ചാട്ടെ 89-ാം സങ്കീർത്തനം 9-ാം വാക്യം. നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു, നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു. രാമൻ പറഞ്ഞാട്ടെ. വീട്ടിൽ ഞാൻ കാതോർക്കും, ഭയങ്കര ഇരമ്പക്കമാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ എന്താണ് ഭയങ്കര കടൽ ഇരമ്പുന്നു. അത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിൽ കേൾക്കാൻ കഴിയും. അടുത്ത അവസ്ഥയിലൊക്കെ വന്നപ്പോൾ അത് അപരിചയമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് കേട്ടാൽ നമുക്ക് ഉറക്കം വരത്തില്ല. അത്രമാത്രം ഭയങ്കര കാര്യം എന്താണ്? അത്രമാത്രം ശക്തി അതിനകത്ത് വ്യാപരിക്കുകയാണ് ആ വെള്ളത്തിൽ. അപ്പോൾ അതിനെ ഇളക്കുന്നൊരു ദൈവമുണ്ട്. പക്ഷേ ആ ഇളക്കം നമുക്ക് നാശമായി മാറാതെ വണ്ണം അതിന്റെ ഗർവത്തെ അവൻ അടക്കുകയാണ്. ഓ, എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ഓ, സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കുന്ന ദൈവം. അടക്കുകയല്ല, അടക്കി വാഴുന്ന ദൈവം. നിനക്കെതിരെ ഒരു സമുദ്രമുണ്ട്, നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു സമുദ്രമുണ്ട്. അതിന് അലറുന്ന തിരമാലകളുണ്ട്. അത് രോഗമായിക്കോട്ടെ, അനാരോഗ്യമായിക്കോട്ടെ, അനർത്ഥങ്ങളായിക്കോട്ടെ, ശാപങ്ങളായിക്കോട്ടെ, നീ ഭയപ്പെടേണ്ട. അതിനെ അമർത്തി വാഴുവാൻ, ഒടുക്കി വാഴുവാൻ, അതിനെ അടക്കി അലറുന്ന അലകളെ അടക്കി വാഴുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ. അവൻ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു. മുമ്പോട്ട് പോകാം. ദൈവം വാഴുന്നു. 96-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ വേഗത്തിൽ. യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ പറവീൻ. യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ പറവീൻ. പ്രിയമക്കളെ, നമ്മുടെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധ നമുക്ക് വേണം. ഒരാൾ ചോദിക്കാണ്, സഹോദരി സുന്ദരി ആയിരിക്കുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഫെറാനും വലിയ അല്പം കൂടെ തേച്ചായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം എവിടെ പോയി? ബ്യൂട്ടി പാർലറിൽ പോയി. അല്ല, ഈ സൗന്ദര്യം ദൈവത്തെ ആരാധിക്കുന്നതിന്റെ സൗന്ദര്യമാണ്. ഞങ്ങളുടെ മുഖത്ത് വ്യാപരിക്കുന്ന തേജസ് ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ദൈവമായി വെളിച്ചവുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ വെളിച്ചമുള്ളവരാകുന്നു എന്ന് പറഞ്ഞ് അവന്റെ നാമത്തെ ജാതികളുടെ നടുവിൽ ഉയർത്തുവാൻ നീ താല്പര്യപ്പെടണം. എന്താ? യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ പറയണം. നിന്റെ സഹവിശ്വാസികളോട്, നിന്റെ ബന്ധുക്കളോട് പറയണം, ഞങ്ങളെ സഹായിക്കുന്ന ദൈവം വാഴുന്നു, വാഴുന്നു. അവൻ ജീവനോടെ വാഴുന്നു, തേജസ്സോടെ വാഴുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് വാഴുന്നു, ഞങ്ങളെ പുലർത്തിക്കൊണ്ട് വാഴുന്നു, ഞങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ട് വാഴുന്നു, ഞങ്ങൾക്ക് സമാധാനം കൽപ്പിച്ചുകൊണ്ട് വാഴുന്നു. ഞങ്ങളുടെ ദൈവം വാഴുന്നുവെന്ന് ജാതികൾ അറിയട്ടെ. യഹോവ വാഴുന്നു. മുമ്പോട്ട് പോകാം. 97-1 വായിച്ചാട്ടെ. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. യെസ്, ഭൂമിയെ ഘോഷിച്ചാനന്ദിപ്പിക്കുവാൻ അവൻ വാഴുന്നു. എന്തിനാ വാഴുന്നത്? ഭൂമിയെ നശിപ്പിക്കാനാണോ? ഒടുക്കാനാണോ? ഭൂമിയെ ഘോഷിച്ച് ആനന്ദിപ്പിക്കാൻ യഹോവ വാഴുന്നു. തിരിച്ചറിയുന്ന ഭൂവാസികൾ എന്തിനവകാശികളാണ്? ഘോഷത്തിന്, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷത്തിന്. ഓ, ദൈവം വാഴുന്നു എന്ന തിരിച്ചറിവുള്ള ജനം അവകാശികളത്രേ. നീ അവകാശിയത്രേ. ഒന്ന് കരങ്ങളെ ചേർത്ത് യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കണം, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. വേഗത്തിൽ മുമ്പോട്ട് പോകാം. സങ്കീർത്തനം 9-7 വായിച്ചേ. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. യഹോവ
എന്നേക്കും വാഴുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. വാഴുന്നു എന്നല്ല, എന്നേക്കും. ആ എന്നേ എന്നുള്ളത് എത്ര നീട്ടാമോ അത്രയും നീട്ടും. എന്നേക്കും. കാര്യം എന്താണ്? അവന് മരണമില്ല, അവന് അവസാനമില്ല, അവൻ ആദിയുമില്ല അന്തവുമില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ദൈവം ആരായിരിക്കണം? ആദിയും അവസാനവും ഇല്ലാത്തവനായിരിക്കണം. അവിടെയാണ് ദൈവം ദൈവമാകുന്നത്. യഹോവ എന്നേക്കും വാഴുന്നു. മുമ്പോട്ട് പോകാം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. നമ്മൾ പറയും LDF ഭരിക്കുന്നു, പിന്നെ പറയും UDF ഭരിക്കുന്നു, പിന്നെ പറയും BJP ഭരിക്കുന്നു, പിന്നെ പറയും അവിടെ ആൾ ദൈവം അല്ലെങ്കിൽ ഒറ്റയാള് ഭരിക്കുന്നു, കിങ് ജോങ് ഉൻ അവൻ മാത്രം ഭരിക്കുന്നു. ഇവരൊന്നുമല്ല ഭരിക്കുന്നത്. ഭരിക്കുന്നവൻ നമ്മുടെ ദൈവം. അവൻ എല്ലാ വാഴ്ചകളെയും അമർത്തിക്കൊണ്ട് വാഴുന്നു 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 വാഴുന്നു. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്? വെറും റബ്ബർ സ്റ്റാമ്പുകൾ. എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ ദൈവം. സ്വർഗത്തിൽ പോയിട്ടല്ല, 1000 ആണ്ട് വാഴ്ചയിലല്ല, ഇന്ന്. ഒരാമേൻ പറയാൻ കഴിയുമോ? നിന്റെ പ്രാർത്ഥന ശക്തമാണെങ്കിൽ നിനക്കും അവനൊപ്പം ചേർന്ന് വാഴാം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. മുമ്പോട്ട് പോകാം. വീണ്ടും 99-ന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. ജാതികളെ വിറപ്പിച്ചുകൊണ്ട് ആര് വാഴുന്നു? യഹോവ. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. കാര്യം എന്താണ്? ജാതികളെ വിറപ്പിക്കുവാൻ. ഈ ജാതികൾ ആരാ? അതാണ് ജാതികൾ കേട്ടോ. ലോകത്ത് 2 ജാതിയേ ഉള്ളൂ. ഒന്ന് വിശ്വാസം. പക്ഷേ ഈ ജാതികൾ എന്ന് പറയുമ്പോൾ ആരാണത്? അവിശ്വാസികൾ. ഒരിക്കലും പറയരുത് വിഗ്രഹത്തെ സേവിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ വേദക്കാരനാണെന്നും പറയരുത്. ആരാണ് ജാതി? ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ. അവൻ പെന്തക്കോസ്തുകാരനായാലും അവൻ ആരാണ്? ജാതിയാ. അപ്പൊ പെന്തക്കോസ്തിൽ എന്തോ ഉണ്ട്? ജാതികളുണ്ട്. അവൻ ജാതികളുടെ ദൈവമല്ല, സ്വന്തം ജനത്തിന്റെ ദൈവമാണ്. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. മുമ്പോട്ട് പോ. ഒരു വാക്യം കൂടെ. 93-ന്റെ 1-ാമത്തെ വാക്യം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. യഹോവ വാഴുന്നു. അവൻ വാഴുന്നത് കൊണ്ടാണ് ഭൂലോകം ഇളകാതെ നിൽക്കുന്നത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു ഒരു കാഴ്ച എന്നെ കാണിച്ചു. നമുക്കറിയാം, നമ്മൾ ചില സമയത്ത് വീട്ടുകാർ പറയും, എന്ത് ചെയ്യുക, എടാ അവിടെ മുള ഉണക്കായിട്ടിരിക്കുന്നു, നീ എന്ത് ചെയ്യണം, അതൊന്ന് പറന്നു പോകാതെ നോക്കണം. നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും എന്ത് ചെയ്യുന്നതറിയാമോ? ഒരു കസേര എടുത്ത് എന്ത് ചെയ്യും, അതിനെ വിട്ടിട്ട് വെള്ളങ്ങ് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ മുളക് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പോഴത്തെ പറന്നു പോകത്തില്ല, അല്ലെങ്കിൽ ഭാരം എടുത്ത്. അതുപോലെ ഈ ഭൂലോകത്തെ ഇളകാതെ നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. അവൻ വാഴുന്നു. ഭൂമി കുലുങ്ങാൻ അനുവദിക്കാതെ വാഴുന്നു. നമുക്കറിയാം ഭൂമി കുലുക്കം ഉണ്ടാകുന്നു അല്ലേ? നോർത്ത് ഇന്ത്യയിലൊക്കെ ഭൂകുലുക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒറ്റ ഭൂകുലുക്കത്തിൽ എത്ര പേരാ മരിക്കുന്നത്? കേരളത്തിൽ വന്നാലോ അതിന് 10 ഇരട്ടി ആൾക്കാർ മരിക്കും. കാര്യം എന്താ? ഭൂകുലുക്കം ഇവിടെ വരാത്തത് കൊണ്ട് ആ നിലവാരങ്ങളിലാണ് വീടുകൾ പണിതിരിക്കുന്നത് അല്ലേ? നിസ്സാരമായിട്ടാണ് വീടുകൾ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പറയത്തില്ലേ നമ്മൾ, ചീട്ടുകൊട്ടാരം പോലെ കെട്ടിയ വീടുകളുണ്ട്. ഇതെല്ലാം തകർന്ന് വീഴും. പക്ഷേ
അനുവദിക്കാതെ യഹോവ വാഴുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. നിന്റെ വീട്, വിശ്വാസ വീട് തകർന്നു പോകാതെ അവൻ വാഴുന്നു. നിന്റെ ഭവനം തകർന്നു പോകാതെ അവൻ വാഴുന്നു. നിന്റെ ശുശ്രൂഷയാകുന്ന വീട് തകർന്നു പോകാതെ അവൻ വാഴുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒന്ന് കരങ്ങളെ. യഹോവ വാഴുന്നു, ജാതികൾ വിറക്കട്ടെ. യഹോവ വാഴുന്നു, ജാതികൾ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കിക്കൊണ്ട് അവൻ വാഴുന്നു. അവൻ വാഴുന്നു. സകല ഭൂവാസികളും ഘോഷിച്ചാനന്ദിക്കുവാൻ തക്കണം അവൻ വാഴുന്നു. സകല ഭരണത്തിന്മേലും അവൻ വാഴുന്നു. യഹോവ വാഴുന്നു. അപ്പോൾ ദൈവം വാഴുന്നെങ്കിൽ നമ്മളും വാഴും. മക്കളെങ്കിലോ അവകാശികൾ. ഒരമ്മയും പറഞ്ഞാട്ടെ. നിന്റെ അപ്പന്റെ ജോലി നമ്മളും ചെയ്യും അല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പവർ വിഷൻകാര് വീട്ടിൽ ഇന്റർവ്യൂവിന് വന്നു. അപ്പോൾ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്തു. അലമോനെയും അനുമോളെയും വിളിച്ച് പടിയിലിരുത്തി ചോദിച്ചു, പെൺകുച്ച്, മോനെ നിനക്ക് ആരാകണം? അവൻ പറയാ, അപ്പനെ പോലെ പോലീസാകണം. അവൾ പറഞ്ഞു, ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. മോളോട് ചോദിച്ചു, മോളെ നിനക്ക് ആരാകണം? അമ്മയെ പോലെ നഴ്സാകണം. സത്യമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ താല്പര്യം എന്താണ്? അപ്പന്റെ ജോലി തുടർന്ന് ചെയ്യണം. ഇതായിരിക്കരുത് നമ്മുടെ തീരുമാനം. സ്വർഗത്തിലെ അപ്പന്റെ നിലവാരത്തിലേക്ക് നീയും ഞാനും ഉയർന്നു വരണം. ഈ ലോകത്തിലെ അപ്പനല്ല നിന്റെ യഥാർത്ഥ അപ്പൻ. സ്വർഗത്തിലെ അപ്പനാണ് നിന്റെ ഡാഡി. ആ നിലവാരങ്ങളിലേക്ക്, ആ അവകാശ ബോധത്തിലേക്ക് നീ ഉയർന്നു വരണം. ചില കാര്യങ്ങൾ നമ്മളിൽ വാഴരുത്. അതെന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 34:29 വാക്യം ഒന്ന് വായിച്ച്. ഇയ്യോബ് 34:29. വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും. വഷളത്വം നമ്മളിൽ വാഴരുത്. നമ്മുടെ അകത്ത് എന്തോ ഉണ്ട്? ഉറങ്ങിക്കിടക്കുന്ന ഒരു വഷളം ഉണ്ട്, ഒരു മൃഗമുണ്ട്. ആ മൃഗം ഉണരരുത്. ആരുണരണം? ദൈവ മനുഷ്യൻ ഉണരണം, ആത്മീകൻ ഉണരണം, മൃഗം ഉണരരുത്. വഷളത്വം നമ്മിൽ വാഴരുത്. വേഗത്തിൽ പോകാം. 19-ാം സങ്കീർത്തനം 13-ാം വാക്യം വായിച്ചാട്ടെ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എന്റെ മേൽ വാഴരുതേ. സ്വമേധാ പാപങ്ങൾ വാഴരുത്. എന്താ ഈ സ്വമേധാ പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർ പച്ചക്കൊടി കാണിച്ച പാപങ്ങൾ. ഒരമ്മയും പറഞ്ഞാട്ട്, വളർന്നു വന്നപ്പോൾ നമ്മുടെ കുടുംബക്കാർ പച്ചക്കൊടി. അപ്പൻ ബീഡി വലിച്ചു, മോൻ എന്ത് ചെയ്തു? മുറിബീഡി. അപ്പൻ ബീഡി വലിക്കുമ്പോഴത്തേക്ക് മോൻ ചോദിക്കോ, തീരല്ലേ എന്തിനാ? ബാക്കിയെടുത്ത് അവന് വലിക്കാൻ. അപ്പൻ മദ്യപിച്ചു, മകനും മദ്യപിക്കുന്നു. അപ്പോൾ കുടുംബത്തിന്റെ സംസ്കാരപരമായിട്ട് വീട്ടിലെല്ലാവരും എന്ത് ഭാഷ സംസാരിക്കുന്നത്? മറുഭാഷ, അന്യഭാഷയല്ല, വേറൊരു ഭാഷ, കേൾക്കാൻ കൊള്ളാത്ത ഭാഷ. പക്ഷെ അത് മോനും സംസാരിക്കുന്നു. കാര്യം എന്താണ്? വീട്ടിലെ സംസ്കാരം. വീട്ടിൽ ചീട്ടുകളി എന്നത് ഒരു പാപമല്ല. സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അപ്പൻ ചീട്ടെടുത്തോണ്ട് വരും, മക്കളും ഇരിക്കും, ചീട്ടുകളി. അപ്പൊ വീട്ടിൽ സംസ്കാരപരമായിട്ട് സംസാരത്തിലെ ഇടപാടുകളില് എല്ലാം വന്ന ചില സ്വമേധാ പാപങ്ങളുണ്ട്. അതിലുപരി പാരമ്പര്യമായി കിട്ടിയ ആ പാപങ്ങൾ നമ്മളിൽ വാഴരുത്. ഒരാമേൻ പറഞ്ഞാട്ട്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാനൊക്കെ പണ്ട് ജീവിച്ചത് ജയന്റെ സംസ്കാരത്തിലാണ്, സിനിമാ സംസ്കാരം. ജയൻ ചോടി അടിക്കുന്നു, ഇടിക്കുന്നു. കാര്യം എന്താണ്? ഒരുപാട് സിനിമ ജയന്റെ കണ്ടു. അപ്പോൾ അതിന്റെ സ്വാധീനം. രാജംബായി ഒക്കെ ഒരുപാട് സിനിമ കണ്ട കക്ഷികളാണ്. ഒരു സിനിമ 6 ഭാഷ കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ സംസ്കാരമാണ് നാടക സംസ്കാരം, നമ്മളായിരിക്കുന്ന നാടിന്റെ സംസ്കാരം, പ്രത്യേക ആ സംസ്ഥാനത്തിന്റെ സംസ്കാരം, ചുറ്റുപാടിന്റെ സംസ്കാരം, വിഗ്രഹാരാധനയും ബന്ധപ്പെട്ട സംസ്കാരങ്ങൾ. ദൈവത്തിന് പാപം ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പാപം ചെയ്തുകൂടാ? ഞങ്ങളുടെ ദൈവത്തിന് എന്ത് ചെയ്യാം? പാപം ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാപം ചെയ്തുകൂടാ? അല്ല, വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, സമയക്കുറവുണ്ട്, അത് പരിജ്ഞാനവുമല്ല.
ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് വന്ന സ്വമേധാപാപങ്ങൾ അത് എന്നിൽ വാഴരുത്. ഏത് സംസ്കാരം നമ്മൾ വ്യാപരിക്കണം? വചനത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കണം. രാമൻ പറഞ്ഞാട്ട് ദൈവാലയത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കണം. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ ഒരു പ്രത്യേക സംസ്കാരമായിട്ട് സ്വമേധാ പാപങ്ങളെ അകറ്റുന്ന പ്രത്യേക സംവിധാനമായി അത് വെളിപ്പെടണം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. വചന സംസ്കാരത്തിൽ വളരുക. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, എന്താണ്? വഷളത്വം വാഴരുത്. രണ്ട്, സ്വമേധാപാപങ്ങൾ വാഴരുത്. പാപം വാഴരുത്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. പാപം നമ്മളിൽ വാഴരുത്. മനുഷ്യന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പാപത്തിലേക്കുള്ള ചായ്വുകളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പിതാമഹന്മാർ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മളിൽ എന്തുണ്ടായി? പാപമുണ്ടായി. പാപമില്ലാത്തവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് എന്തു വരുന്നു? പാപചിന്തകൾ വരുന്നു. ഒരമേൻ പറഞ്ഞാട്ടെ. പക്ഷേ നീ അതിനെന്ത് ചെയ്യണം? വാഴുവാൻ അനുവദിക്കരുത്. വാഴുവാൻ. നിങ്ങളുടെ വീട്ടിൽ ഒരു പിരിവുകാരൻ വരരുത് എന്ന് ബോർഡ് വെക്കാൻ ഒക്കുമോ? ഇവിടെ പിരിവുകാർക്കൊന്നും വരാൻ അവകാശമില്ല. ആരും വെക്കത്തില്ല അല്ലേ? രാഷ്ട്രീയക്കാരും ഇവിടെ കയറരുത്. എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല, അതുകൊണ്ട് വെക്കോ നമ്മൾ. പക്ഷേ അതിനെ വാഴാൻ അനുവദിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? രാഷ്ട്രീയക്കാരൻ വരികയാണ്. ഞാൻ എല്ലാവരും താല്പര്യമുണ്ട്, എനിക്ക് എല്ലാ പാർട്ടിയോടും വലിയ സ്നേഹം തന്നെ, കാണാം, സന്തോഷം. അപ്പോൾ എന്താണ്? വാഴുവാൻ അതിനെ അനുവദിക്കുകയല്ല. പിരിവാരം വരുന്നു, ഞാൻ അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ക്ഷമിക്കണം, നിങ്ങൾ പഠിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് വല്ലതും കൊണ്ട് തന്നിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞങ്ങൾ അത് അയച്ചു തരാം. നല്ലതാണ് നിങ്ങൾ അർഹിക്കുന്നവരാണെങ്കിൽ അതിലേക്ക് വളരെ മാന്യമായ ഒരു ഉത്തരവാണ്. കാര്യം എന്താണ്? അതിനെ വാഴുവാൻ അനുവദിക്കുന്നില്ല. പാപത്തെ വാഴുവാൻ അനുവദിക്കരുത്. പാപം വാണാൽ എന്തിനെ പ്രസവിക്കും? മരണത്തെ പ്രസവിക്കും. പാപത്തിന്റെ ശമ്പളം മരണം. അപ്പോൾ ചില കാര്യങ്ങൾ വാഴരുത്. എന്നാൽ യഥാർത്ഥ ദൂതിലേക്ക് പോകാം. ചില കാര്യങ്ങൾ നമ്മളിൽ വാഴണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. 10 കാര്യങ്ങൾ വാഴണം. നമ്മൾ വാഴണം. ഉൽപ്പത്തി പുസ്തകം 1, 16, 17, 18 വാക്യം. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. മതി. നമുക്കറിയാം, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആ നിലവാരങ്ങളിൽ ദൈവം പറഞ്ഞു, let there be light. രാമൻ പറഞ്ഞാട്ട് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. എന്നാൽ വെള്ളത്തിന് മീതെ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ അന്തരീക്ഷത്തിൽ പിതാവായ ദൈവം ആരെ പുറത്തോട്ട് വിട്ടു? യേശുവിനെ. വചനം. രാമൻ പറഞ്ഞാട്ട് എന്ത് പറഞ്ഞു? let there be light. പിതാവിന്റെ സ്വഭാവം നിനക്ക് വേണം. നീ ഒരു ഭവനം വാങ്ങിക്കുന്നു, ചെന്നുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഇരുട്ട്, അന്ധകാരം, പാഴും ശൂന്യമായ നിലവാരങ്ങൾ. എന്ത് പറയണം? യേശുവിനെ പുറത്തേക്ക് വിടണം. let there be light. പറയാൻ കഴിയുമോ? വിശ്വാസമുണ്ടോ? കാഴ്ചപ്പാട് ഏറ്റെടുക്കാൻ കഴിയുമോ? പിന്നെ let there be light എന്ന് പറയാൻ വെളിച്ചമുണ്ടാകും. സ്വിച്ച് ഇട്ടാൽ പിന്നെയും ലൈറ്റ് വന്നേനെ ഇല്ല. സ്വിച്ച് ഇട്ടതിനേക്കാൾ പവറാണ് let there be light. പറഞ്ഞാട്ടെ. പ്രിയമക്കളെ, നീ ദൈവികമായ നിലവാരങ്ങളിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം എഴുതിക്കോ. നിനക്ക് വേണ്ടി വെള്ളത്തിന്മേൽ പരിവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധിയാണ്.
നീ ഒറ്റയ്ക്കല്ല. ഈ കാര്യത്തിൽ നിന്നെ ബലപ്പെടുത്തുവാൻ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പരിവർത്തിക്കുന്നു. മിണ്ടാതിരിക്കരുത്, വാ തുറന്ന് പറയണം, ലെറ്റ് there be light. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആരാധിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും, പാസ് ഓടിപ്പോയിട്ട് പറയുന്നു, ഇവിടെ നോക്കി എന്തൊക്കെയോ പറയുന്നു. എത്രയും പെട്ടെന്ന് ആ റെയിൽവേയുടെ പണി തീരാനാണോ പറയുന്നത്? അല്ല, let there be light, let there be light, let there be light. വെളിച്ചമുണ്ടാകട്ടെ പറയാൻ കഴിയുമോ? വീട്ടിൽ പോയിട്ട് ബിസിനസ്സിനോട്, ആത്മാൽ ഭാരപ്പെടുന്ന വ്യക്തിയോട് let there be light, വെളിച്ചമുണ്ടാകട്ടെ. നിനക്ക് നൽകിയ ശുശ്രൂഷയാണത്. നീ പറയുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. നീ പറയും പോലെ സംഭവിക്കാം. അന്ധകാരങ്ങൾ ഓടിമറയും, വെളിച്ചം പ്രകാശിക്കാം. എന്നാൽ ആ വെളിച്ചം കൊണ്ട് അവൻ തൃപ്തനായില്ല. വെളിച്ചമാകണമെങ്കിൽ അതിന് മനസ്സിലാക്കാൻ കഴിയണം. ഒരമ്മയും പറഞ്ഞാട്ടെ, ഇപ്പൊ നിങ്ങൾ നോക്കുക, എല്ലാ സമയവും ഇങ്ങനെ സൂര്യൻ കത്തി കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അതെന്തോ ഇങ്ങനെ സംവിധാനം ഇങ്ങനെ കിടക്കുന്നു അല്ലേ? പക്ഷേ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ എന്ത് വരുന്നു? ഇരുട്ട്. അപ്പൊ പറയുന്നു, സൂര്യൻ അസ്തമിച്ചു, നാളെ രാവിലെ വീണ്ടും ഉദിക്കും. അപ്പോൾ എന്ത് വരും? വെളിച്ചം വരും. അപ്പോൾ വെളിച്ചവും ഇരുളും വന്നപ്പോൾ വെളിച്ചത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. ഒരാമയും പറഞ്ഞാട്ടെ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ചില വിഷയങ്ങൾ പ്രതികൂലമായി വരുമ്പോഴാണ് ദൈവപ്രവൃത്തിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഒരമയം പറയാൻ കഴിയുമോ? ചില വിഷയങ്ങൾ നിനക്ക് പ്രതികൂലമായി, രോഗങ്ങൾ വരുമ്പോഴാണ്, തടസ്സങ്ങൾ വരുമ്പോഴാണ് ദൈവപ്രവൃത്തിയുടെ ആനുകൂല്യത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നോക്കുക, ദൈവം വെളിച്ചമുണ്ടാക്കി. വീണ്ടും പറഞ്ഞു, സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ ഉണ്ടാക്കി. എന്തിനാ? വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിക്കുവാൻ. വെളിച്ചം, വലിയ വെളിച്ചം. സൂര്യൻ വലിയ വെളിച്ചം, ചന്ദ്രൻ ചെറിയ വെളിച്ചം. അപ്പോൾ ഇതിനെവിടെ നിർത്തി? ആകാശത്ത് നിർത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം നിർത്തിയതിനെ ഒന്ന് താഴെ ഇറക്കാനോ ഒന്ന് ചെന്ന് നന്നായിട്ടൊന്ന് പരിശോധിക്കാനോ മനുഷ്യന് കഴിയുന്നുണ്ടോ? കത്തിപ്പോകും. 7 അയലത്തെത്താനൊക്കത്തില്ല. ഇതാണ് വെളിച്ചത്തിന്റെ പ്രത്യേകത. നീ വെളിച്ചം വീട്ടിൽ കൊണ്ടുവരുന്നെങ്കിൽ ഒരു ഇരുട്ടിനും അവിടെ തിരിഞ്ഞു നോക്കാൻ കഴിയത്തില്ല. ഒരമ്മയും പറയും, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് തിന്മ ചെയ്യുന്നത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. യെസ്, വാഴണം. എന്ത് വാഴണം? സൂര്യൻ വാഴണം. എന്തിന് വിപരീതമായിട്ട്? ഇരുട്ടിന് വിപരീതമായിട്ട്. എന്ന് പറഞ്ഞാൽ നീയും ഒരു ലോകത്തിന്റെ വെളിച്ചമായിട്ട് രാത്രിയെ വാഴണം. നിന്റെ കുടുംബത്തിൽ എന്തുണ്ട്? രാത്രിയുടെ അനുഭവങ്ങളുണ്ട്, അന്ധകാര നിലവാരങ്ങൾ. അതിനെ വാഴണം. എന്തായി മാറണം? നീ ഒരു സൂര്യനായി നീ മാറണം. ഒരാമേൻ പറഞ്ഞാട്ടെ. അതാണ് യേശു പഠിപ്പിച്ചത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുമെങ്കിൽ എന്റെ വെളിച്ചം നിന്നിൽ പ്രകാശിച്ചിട്ട് നീയും ലോകത്തിന്റെ വെളിച്ചം. അന്ധകാരത്തെ വാഴുവാൻ നീ ലോകത്തിന്റെ വെളിച്ചം, ഇരുട്ടിനെ വാഴുവാൻ, അന്ധകാര ശക്തികളെ വാഴുവാൻ നീ ലോകത്തിന്റെ വെളിച്ചം. നീ വെളിച്ചമായി എന്തിനെ വാഴണം? ഇരുട്ടിനെ വാഴണം. മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ അനുഗ്രഹിച്ചു. എങ്ങനെ? വാഴുവീൻ. എവിടെ വാഴണം? ഭൂമിയിൽ വാഴണം.
പ്രിയ മക്കളെ, അടുത്ത് വേറൊരു വാക്യം കൂടെ എനിക്ക് വായിക്കാൻ താല്പര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 9 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. മതി മക്കളെ, നോക്കണേ. നീ വാഴാൻ വേണ്ടി ആകാശത്തിലെ പക്ഷികൾക്ക് എന്ത് കൊടുത്തു? ദൈവം ഭയം കൊടുത്തു. നീ ഭൂമിയിൽ വാഴാൻ വേണ്ടി മൃഗങ്ങൾക്ക് എന്ത് കൊടുത്തു? ഭയം കൊടുത്തു. നമ്മളൊക്കെ പുലിയെ കണ്ടാൽ ഓടും കേട്ടോ. പുലിയെ കണ്ടാൽ ഓടാത്ത ആൾക്കാരുണ്ട്, തെറ്റി നോക്കണം. ആഫ്രിക്കയിലൊക്കെ ഉള്ള ചില പ്രത്യേക വംശക്കാരുണ്ട്. അവര് പുലിയുടെ നേരെ ചെല്ലും, പുലി ഓടും. കടന്നുണ്ടോ? നല്ല കുന്തവുമായിട്ട് അവരെന്ത് ചെയ്യാണ്? നേരെ സിംഹം ഓടും. കാര്യം എന്താണ്? ദൈവം അവർക്ക് ഭയം കൊടുത്തിരിക്കുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് എന്ത് കൊടുത്തിരിക്കുന്നു? ഭയം കൊടുത്തിരിക്കുന്നു. എന്തിന്? അവയുടെ മേൽ നിനക്ക് വാഴുവാൻ. ഒരമ്മൻ പറഞ്ഞാട്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി പോകുമെങ്കിൽ നീ ഭൂമിയിൽ വാഴും, ആകാശത്ത് വാഴും, സമുദ്രത്തിൽ വാഴും. എല്ലാം നിനക്ക് കീഴ്പ്പെട്ടിരിക്കും. ഞങ്ങളുടെ വീട്ടിലെ ഈ 7-ാം നിലയിൽ താമസമായത് പലപ്പോഴും ഈ പരുന്തുകൾ മിക്കപ്പോഴും അവിടെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് 2 പേര് പരുന്തുണ്ട്. ഒരാളുടെ പേര് അലക്സാണ്ടർ, വൈഫിൻ്റെ പേര് എലിസബത്ത്. നിങ്ങൾ നെറ്റിൽ കണ്ടു കാണും, ഞാൻ ഇട്ടിരുന്നു. പക്ഷെ അടുത്തൊന്നും വളരെ പ്രയാസം വരാൻ കേട്ടോ. ഈ ഇടയായിട്ട് കൂടെ ഞാൻ വിളിക്കും, മോനെ വാടാ വാടാ. പതുക്കെ പതുക്കെ ഇത്രയും അടുത്ത് എത്തി. എന്നിട്ടും അവനൊരു പേടി, എന്നെക്കറി പിടിച്ചാലോ. അപ്പൊ എന്ത് ചെയ്യണം? അവന് ദൈവം കൊടുത്തൊരു ഭയമുണ്ട്. അവനറിയാം, ഇവൻ എന്നെ പിടിച്ചാൽ എന്നെ എവിടെ ആക്കും? കൂട്ടിനകത്താക്കും. ഇന്ന് ഞാൻ ചിറക് വിരിച്ചിങ്ങനെ പാറി നടക്കുകയാണ്, ഇവൻ എന്ത് ചെയ്യും? എന്നെ കൂട്ടിനകത്താക്കും. മാത്രമല്ല, ഇവനെ ആക്രമിക്കരുത് എന്ന ഒരു നിയമം എനിക്കുണ്ട്. ഒരാമൻ പറഞ്ഞാട്ട്, കാര്യം ഇവൻ എന്നെ വാഴുന്നവനാണ്. ഒരാമൻ പറഞ്ഞാട്ട്, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൃഗങ്ങളെ നീ വാഴണം, പക്ഷികളെ നീ വാഴണം, മത്സ്യത്തെ വാഴണം. 3 ഫോഴ്സുകളിലും നിനക്ക് വാഴുവാൻ കഴിയണം. അതിന് ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി പോകണം. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. മുമ്പോട്ട് പോകാം. അപ്പോൾ രാത്രിയെ വാഴണം, പിന്നെ എന്താണ്? 3 സൈന്യത്തെയും വാഴണം. പിന്നെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ദർശനമുള്ളവനായി വാഴണം. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. ഒരു നല്ല ചോദ്യം മുൻകൂട്ടി അവർക്ക് ചോദിക്കാൻ കഴിഞ്ഞു. എന്താണ്? ഒരു ദർശനം ആര് കണ്ടു? യോസേഫ് കണ്ടു. എന്താണ്? അവന്റെ കറ്റ നിവർന്നു നിൽക്കുന്നു, ബാക്കിയെല്ലാം കുമ്പിട്ട് നമസ്കരിക്കുന്നു. അവർ ചോദിക്കാണ്, നീ ഞങ്ങളെ വാഴുമോ? അതെ, ദർശനമുള്ളവൻ വാഴും. ഒരാമേൻ പറഞ്ഞാട്ടെ. അതെ, ദർശനമുള്ളവൾ വാഴും. നീ പ്രാർത്ഥിക്കുമെങ്കിൽ അപ്പനുമായുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച് നീ ആയിരിക്കുന്ന ഭവനത്തിൽ സ്വപ്നം കണ്ട്, ദർശനം കണ്ട്, വെളിപ്പാടുള്ളവനായി, ദൈവമായി ബന്ധമുള്ളവനായി പോകുമെങ്കിൽ നീ നിന്റെ സഹോദരവർഗത്തെ വാഴോ, നിൻ ഭൂമിയെ വാഴ, നീ പറവോനെ വാഴോ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ദർശനമുള്ളവൻ വാഴട്ടെ. മുമ്പോട്ട് പോകാം. അതിനകത്തൊരു വാക്യം കൂടെ വായിക്കാം. ഈ വാഴുവാനുള്ള കാരണം പ്രവർത്തന പുസ്തകം 7-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. മതി, നമുക്കറിയാം മോശ എവിടാ വളർന്നത്? മിസ്രൈമിലാ മോശ വളർന്നത്. നോക്കിയപ്പോൾ കാണാം, ഒരു മിസ്രൈമിനും ഒരു ഇസ്രായേലും തമ്മിൽ വഴക്ക്. ആരെ തട്ടി? മിസ്രൈമിനെ തട്ടി.
എവിടെ കുഴിച്ചിട്ടു? മണ്ണില് കുഴിച്ചിട്ടു. അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു തർക്കം ആരുമായിട്ടാ? ഇസ്രായേൽ മക്കള് തമ്മിലാ. അവരെ ഉന്തിക്കളഞ്ഞു. നിന്നെ ആരാടാ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത്? ഉന്തിക്കളഞ്ഞപ്പോൾ അവന് മനസ്സിലായി, കാര്യം പുറത്തായി. അടുത്ത പരിപാടി എന്താ? കുഴിച്ചിട്ടവനെ പറവൻ പുറത്തെടുക്കും, കേസിലാകും, ജയിലിലാകും. അപ്പോഴേ സ്ഥലം വിട്ടു. നിന്നെ അധികാരിയാക്കിയത് ആര് എന്ന് ചോദിച്ച സ്ഥാനത്ത് അവൻ ദർശനമുള്ളവനായി ദൈവമായി ബന്ധം പുലർത്തിയപ്പോൾ അവൻ ആരായി മാറി? അധികാരിയായി മാറി. വിശ്വസിക്കുന്നവർക്ക് എൻ്റെ ഇന്ന് പകൽക്കാലം നിന്നെ നിന്ദിക്കുന്നവരുണ്ട്, നിന്നെ തള്ളിക്കളയുന്നവരുണ്ട്, വിടക്കെണ്ണുന്നവരുണ്ട്. എന്നാൽ നീ ഭാരപ്പെടരുത്. ദൈവമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക. ദർശനമുള്ളവനായി മുമ്പോട്ട് പോകും. ഒരു ദിവസം നിന്നെ മാനിച്ചവർ നിന്നെ തേടി വരും. നിന്നെ അധികാരിയാക്കുന്ന ഒരു ദൈവമുണ്ട്. മുമ്പോട്ട് പോകാം. ഒന്ന് സങ്കീർത്തനം 2-6 വാക്യം വായിച്ച്. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. വാഴുവാനാണ് അവൻ നിന്നെ ആക്കി വച്ചിരിക്കുന്നത്. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അവിടെ വായിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. ആ വാഴ്ചയുടെ ഫലങ്ങൾ. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്. ഈ വാഴുന്നവനോട് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ വാഴിച്ചിരിക്കുന്നത് നീ വഴിയെ പോയതുകൊണ്ടല്ല, നീ എൻ്റെ പുത്രനായത് കൊണ്ടാണ്. ഞാൻ നിന്നെ ജനിപ്പിച്ചതാണ്. ഒരാമേൻ പറഞ്ഞാട്ട്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്നുവെങ്കിൽ, ഈ വിലപ്പെട്ട ദൂതുകൾ കേൾക്കുന്നുവെങ്കിൽ, നിന്നെ ജനിപ്പിച്ചൊരു ദൈവമുണ്ട്. ഒരു ജനനം നിനക്ക് ലഭിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചോളുക. നിനക്ക് പ്രാർത്ഥിപ്പാനുള്ളൊരു പ്രത്യേക നിയോഗം ഞാൻ തരികയാണ്. എന്നോട് ചോദിക്ക. ഞാൻ പറയാണ്, ഒരു 10 കോടി രൂപ കൊണ്ട് വെച്ചിട്ട് പറയാ, ആർക്ക് ആവശ്യമുള്ള പൈസ ചോദിക്കും. ഉണ്ടായിരിക്കുമോ? ചാടി വീണ ചോദിച്ചാൽ മതി അല്ലേ? അതുപോലെ ദൈവം പറയാണ്, എന്നോട് ചോദിക്ക. അതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് തരുവാൻ എൻ്റെ കയ്യിലുണ്ട്. എന്നോട് ചോദിക്കാൻ നിനക്ക് അധികാരമുണ്ട്. എന്നോട് ചോദിക്ക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്ന ദൂതുമതാണ്. നാട്ടുകാരോട് ചോദിക്കാൻ നടക്കല്ലേ. അവിടെ ഇവിടെ അലയാതെ എന്നോട് ചോദിക്ക. ദൂതേറ്റെടുക്ക. എന്നോട് ചോദിക്ക. നിന്റെ ആവശ്യം എന്താണ്? സൗഖ്യമാണോ? വിടുതലാണോ? ആരോഗ്യമാണോ? ദീർഘായുസാണോ? സമ്പത്താണോ? സമൃദ്ധിയാണോ? അനർത്ഥങ്ങൾ ഒഴിവാകുന്ന ദൈവപ്രവൃത്തിയാണോ? ദേശത്തെ ഉയർച്ചയാണോ? മാന്യതയാണോ? ജ്ഞാനമാണോ? വിദ്യാഭ്യാസമാണോ? എന്നോട് ചോദിക്ക. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും. നീ ചോദിച്ചാൽ ജാതികളെ നിനക്ക് അവകാശമായി തരും. വീണ്ടും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. മുമ്പോട്ട് പോകുക. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. നിന്റെ ദുഷ്ടനെ ഇരുമ്പുകോൽ കൊണ്ട് തകർക്കും. നിന്നെ ശത്രു തകർക്കുകയല്ല, നീ നിന്റെ ശത്രുവിനെ തകർക്കുകയാണ്. നീ രോഗത്തെ തകർക്കുന്നു, അത് നിന്റെ ശത്രുവാണ്. നീ നിന്റെ കടഭാരത്തെ തകർക്കുന്നു, അത് നിന്റെ ശത്രുവാണ്. എന്തുകൊണ്ട്? ഇരുമ്പുകോൽ കൊണ്ട്. ഒരമ്മ പറഞ്ഞാട്ടെ, ചുള്ളിവടി കൊണ്ടല്ല. ഇരുമ്പുകോൽ കൊണ്ട് അടി കിട്ടിയാലേ പിന്നെ വല്ല രക്ഷയുണ്ടോ? ഇരുമ്പുകോൽ കൊണ്ട്. അത്രമാത്രം അധികാരമാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിന്റെ അധികാരത്തെക്കുറിച്ച് നീ ബോധവാനല്ല, നീ അത് ഉപയോഗിക്കാറില്ല. വിശ്വസിക്കുന്നവർക്കായി മുമ്പോട്ട് പോകാം. അവിടെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ പറയുന്നു, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അടുത്ത വാക്യമുണ്ടോ? ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, നിറയലോട് ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച്
നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. പലരും പഠിപ്പിക്കാറുണ്ട്, ദൈവത്തെ ചുംബിക്കുന്ന കാര്യമാണ് എഴുതിയേക്കുന്നത്. അല്ല, ദൈവത്തിൻ്റെ പുത്രനെ എന്ന് പറഞ്ഞാൽ ദൈവം ജനിപ്പിച്ചവനെ രാജാക്കന്മാർ എന്ത് ചെയ്യണം? ചുംബിക്കണം, കീഴ്പ്പെട്ടിരിക്കണം. ദൈവം വെച്ച വ്യവസ്ഥയാണ്. അല്ലെങ്കിൽ എവിടെ നശിച്ചു പോകും? വഴിയിൽ. നമ്മൾ പറയുന്ന പ്രാർത്ഥന, കർത്താവേ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോടാ, ബൈബിൾ വായിക്കുന്നില്ലേ, പുത്രനെ ചുംബിച്ചില്ലെങ്കിൽ നശിച്ചു പോകും. ആ പുത്രൻ, ഇവിടെ എഴുതിയ പുത്രൻ അതല്ല, നീയും ഞാനുമാണ് ആ പുത്രൻ. പുത്രത്വത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ രാജാക്കന്മാർ ബുദ്ധി പഠിക്കട്ടെ. അവർ നിന്റെ കാലിൽ ചുംബിക്കട്ടെ, നിനക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുമ്പോട്ട് പോകാം. വീണ്ടും 49 സങ്കീർത്തനം 14 വാക്യം. സമയമൊന്നും പോയിട്ടില്ല, വായിക്കാം. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. മതി, അവരെ പാതാളത്തിന്റെ ആടുകളായി. ഞാൻ പലപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ പോകുന്ന കാണാം, വഴി കൂടെ കോട്ട്, സൂട്ട്, ടൈ. നമ്മളെ കണ്ട ഒരു ഗൗനവുമില്ല, പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തോ സംവിധാനം. പക്ഷേ യഥാർത്ഥമായിട്ട് ആരാണ്? പാതാളത്തിന്റെ ആട്. ചില ചുവടുകൾ കഴിയുമ്പോൾ പഴത്തുലിമേൽ ചവിട്ടി തെന്നി വീണ് തകർന്നു പോകേണ്ട ജീവിതങ്ങൾ. പാതാളത്തിന്റെ ആട്. പക്ഷെ ഇവിടെ വായിക്കുന്നു, ഇങ്ങനെയുള്ള പാതാളത്തിന്റെ ആടുകളെ ആരാണ് മേയ്ക്കുന്നത്? നമുക്കറിയാം, മേയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നയിക്കുക. ആരാണ് നയിക്കുന്നത്? മൃത്യു. അവനെ നടത്തെ കണ്ടു കഴിഞ്ഞാൽ ഭൂലോകം മൊത്തം അവൻ്റെ ആണെന്ന ചിന്തയാണ്. പക്ഷേ ആരാ മേയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ, മേയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമുക്കറിയാം, ആടുകളെ നമ്മൾ എന്ത് ചെയ്യും? മേയ്ക്കും. എവിടേക്കാണ്? പച്ചപ്പുൽപ്പേടുകളിലേക്ക് അവിടെ പോയി മേയുവാൻ വേണ്ടി മേയ്ക്കും. അതുപോലെ ഇവരെ ആര് മേയ്ക്കുന്നു? മൃത്യു. എങ്ങോട്ട്? മരണത്തിലേക്ക്, പാതാളത്തിലേക്ക്. അടുത്ത വാക്യം അല്ല, ചേർത്ത് വായിച്ചിട്ട്. മേയ്ക്കുന്നു. അടുത്ത, നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. ആര് വാഴുമെന്ന്? ഈ പാതാളത്തിന്റെ ആടുകളുടെ മേൽ നേരുള്ളവൻ വാഴും. അവിടെയാണ് നിന്റെ പ്രാധാന്യം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക്. നീ ആരാ? അപ്പം സ്തുതിക്കുന്ന നീ ആരാ? നേരുള്ളവനാ, നേരുള്ളവളാ. നീ ആരെ വാഴും? പാതാളത്തിന്റെ ആടിനെ വാഴും. രാമൻ പറഞ്ഞാട്ട് വാഴണം. പാതാളത്തിന്റെ ആടുകളെ വാഴണം, നേരുള്ളവനായി വാഴണം. 110 സങ്കീർത്തനം 2 വാക്യം. 112. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. മതി, അവിടെ വായിക്കുന്നു, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. പ്രിയമക്കളെ, അന്നും ഇന്നും ലോകം തിരിച്ചറിഞ്ഞൊരു പരമാർത്ഥമുണ്ട്, സത്യമുണ്ട്. നീ ദൈവികമുള്ളവനെങ്കിൽ നിനക്ക് ചുറ്റും ശത്രു പാർക്കട്ടെ, അതിന്റെ നടുവിൽ നീ വാഴും. തെളിച്ചു പറയാൻ പ്രയാസമുണ്ട്, എവിടമാണ് ഏത് രാജ്യമാണെന്നൊക്കെ പറയാൻ പ്രയാസമുണ്ട്. ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്, ചുറ്റും ശത്രുക്കൾ. പക്ഷേ കമാന്നൊരു അക്ഷരം മിണ്ടാൻ ഒക്കുന്നുണ്ടോ? നോക്ക്, നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്ക്. വാഴുന്നു. കാര്യം എന്താണ്? ദൈവത്തിന്റെ സ്വന്തം ജനം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ചുറ്റും ശത്രു ജീവിക്കട്ടെ, പാതാളത്തിന്റെ ആടുകൾ ചുറ്റുപാടും താമസിക്കട്ടെ. പരാതി പറയണ്ട, ഇവരൊക്കെ ഈ കൂട്ടങ്ങളൊക്കെ ഒഴിഞ്ഞു പോയെങ്കിലും ചിന്തിക്കണ്ട. അതിന്റെ നടുവിൽ നിന്നെ വാഴിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെ ചവിട്ടി, പാതാളത്തിന്റെ ആടുകളെ ചവിട്ടി നടക്കുവാൻ തക്കവണ്ണം നിന്നെ വാഴുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ വാഴുമ്പോഴാണ് അവർ പ്രാർത്ഥനാ വിഷയമായിട്ട് ഇതിൻ്റെ അടുക്ക് വരുന്നത്. ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾ പ്രാർത്ഥിച്ചൊന്നും നടക്കുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാ ഒന്ന് പ്രാർത്ഥിക്കണേ. അതെപ്പോഴാ? നീ വാഴുമ്പോഴാ. നീ വാഴുന്നത് എപ്പോഴാ? നിന്റെ പ്രാർത്ഥനയിലാ.
ഒരു ആമേൻ പറഞ്ഞാട്ടെ. നീ മുട്ടിന്മേലാണ് വാഴുന്നത്, കിരീടം വെച്ചല്ല വാഴുന്നത്, വടികൊണ്ടും കോലുകൊണ്ടും അല്ല വാഴുന്നത്. നീ മുട്ടിന്മേലാ വാഴുന്നത്. മുട്ടിന്മേൽ സെമിനാരിൽ നീ വാഴുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ശത്രുക്കളുടെ മധ്യേ വാഴുക. റോമാലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. അധികമായി ജീവനിൽ വാഴുക. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആമേൻ. നോക്കുക, ഒരുവൻ പാപം ചെയ്തപ്പോൾ എന്തു വാണു? പാപം വാണു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ ദൈവകൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ നമ്മൾ. എന്തിന്റെ? ദൈവകൃപയുടെ നീതിദാനത്തിന്റെ വിശ്വാസത്തിന്റെ സമൃദ്ധി ലഭിക്കുന്ന നമ്മൾ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണത്തിലല്ല, അനാരോഗ്യത്തിലല്ല, അനർത്ഥങ്ങളിലല്ല, ശാപങ്ങളിലല്ല, ഏറ്റവും അധികമായി ജീവനിൽ ജീവനിൽ വാഴും 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 വാഴും. യെസ്, വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാം. ഓ യെസ്, ഹല്ലേലൂയ. ഒരു നിമിഷം. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും. പാടും ഞാൻ എൻ്റെ പ്രാണനാഥൻ, പാടും ഞാനെന്നും എൻ്റെ പ്രിയനേ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും. ഓ ക്ഷാമത്താൽ ശോണിയൻ ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിശ്ചയമാകും എൻ്റെ പ്രിയനേ. ഓ ക്ഷാമത്താൽ ശോണിയൻ ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിശ്ചയമാകും എൻ്റെ പ്രിയനേ. എന്നെ പോറ്റിടും എന്നെ രക്ഷകൻ, എന്നെ പോറ്റിടും എന്നെ രക്ഷകൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പോകട്ടെ. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. കൊലോസ്യർ 3:15. ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. മതി. എന്ത് വാഴണം? അസമാധാനമല്ല, ആവലാതികളല്ല, വിചാരപ്പെടലുകളല്ല. ഓ അയ്യോ, അടുത്ത മാസം എന്താ കല്യാണം വരുന്നു, ഇന്നാടെ കല്യാണം എവിടെ നിട്ട് കൊടുക്കും, അയ്യോ ചെറിയൊരു വേദന ഇവിടെ ഉണ്ട്, മിക്കവാറും കിഡ്നി പോയതാന്നാ തോന്നുന്നത്. ഇല്ലാത്തതൊക്കെ പറഞ്ഞു വെക്കുന്നവരാകട്ടോ നമ്മള്. മക്കളെ അങ്ങനൊന്നും പറയരുത് കേട്ടോ, അതൊക്കെ അവിശ്വാസം, ഐശാചികമാണ്. ഒരു ചെറിയ വേദന വന്നതേ ഉള്ളൂ, ചിലപ്പോൾ ഒരു ഉളുക്കായിരിക്കും, നിസ്സാരമായിട്ട് കാണാ. നിന്റെ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? ഒരു പുതിയ വൃക്ക പോലും തരാൻ ദൈവത്തിന് കഴിയത്തില്ലേ? നിസ്സാരമായി കാണും പിശാചിനെ, വലുതായി കാണും ദൈവത്തെ, ദൈവപ്രവൃത്തിയെ വലുതായി കാണും. പ്ലീസ് ബി പോസിറ്റീവ്. വായിച്ച ഭാഗം എന്താണ്? വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു, നന്ദിയുള്ളവരായും ഇരുപ്പീൻ. നമ്മളിൽ ഒരു സമാധാനം വാഴണം. എന്താണ്? ക്രിസ്തുവിന്റെ സമാധാനം. ഞാൻ ചോദിക്കട്ടെ, സമാധാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ? കടയിൽ പോയിട്ട് 1 കിലോ സമാധാനം എന്ന് പറഞ്ഞാൽ അവർ ഓടിക്കും, പട്ടി ഓടിക്കുന്നു, ഓടിക്കും അല്ലേ? 1 കിലോ 100 ഗ്രാം തന്നാൽ മതി, അത്യാവശ്യം. ഇല്ല, സമാധാനം ഒരു കടയിലും വിലക്ക് വാങ്ങാൻ ഒക്കത്തില്ല. പക്ഷെ സമാധാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ കിട്ടും, അതൊരു ചിന്താവിഷയമാണ്. 7 കാര്യങ്ങൾ ഞാൻ പറയാം സമാധാനം ഉണ്ടാക്കാൻ. യോഹന്നാൻ 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കാനേ സമയമുള്ളൂ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുവിന്റെ കൂടെ നിന്നാൽ എന്തോ കിട്ടും?
ഒരാമൻ പറഞ്ഞു. യേശുവിന്റെ കൂടെ നിന്നവരോട് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക്. അപ്പൊ നിനക്ക് വേണ്ടേ? എടാ, ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല. ഞാൻ സമാധാനം നദി പോലെ അനുഭവിക്കുന്നവൻ, ഞാനാണ് സമാധാനം. ഒരമൻ പറഞ്ഞാട്ടെ, എന്റെ സമാധാനം നിങ്ങൾക്ക് ലോകം തരുന്നത് പോലെയല്ല. ഒരമൻ പറഞ്ഞാട്ടെ. അപ്പോൾ യേശുവിന്റെ സന്നിധിയിൽ വന്ന് യേശുവിന്റെ വചനം സ്വീകരിച്ചാൽ എന്തോ കിട്ടും? 1, 2 സമാധാനം എങ്ങനെ കിട്ടും? എഴുതി വെച്ചോ. യോഹന്നാൻ 20:26 വാക്യം വായിച്ചേ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. മതി. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ യേശു എവിടെ വന്നു? ശിഷ്യന്മാരിടുന്ന വീട്ടിൽ വന്നു. വീട് അടച്ചിരുന്നു. കാര്യം എന്താണ്? അവരെ കൊല്ലുവാൻ നിൽക്കുന്ന യഹൂദന്മാർ. പക്ഷേ മതിലിനെ അതിജീവിച്ചുകൊണ്ട് എവിടെ എത്തി? യേശു അകത്ത് വന്നു. എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ അവിടെ ഒരുവൻ ഉണ്ടായിരുന്നില്ല. ആരാണ്? തോമാച്ചൻ. ആൾക്കാർ പറഞ്ഞു, എടാ വലിയ കാര്യം സംഭവിച്ചു കേട്ടോ, നീ ഇവിടെ ഇല്ലായിരുന്നു. യേശു ഇവിടെ വന്നു. യേശു? ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അവന്റെ എന്താണ് ആണിപ്പഴുതിൽ വിരലിടാതെ പോരാ, അവന്റെ വിലാപ്പുറത്ത് കൈയും കൂടെ ഇടാ ഞാൻ എന്ത് ചെയ്തില്ല, വിശ്വസിക്കത്തില്ല. നീ വിശ്വസിക്കണ്ട, നീ വയ്ക്കോ. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കാൻ പോവാ, ഇനിയും അവൻ വരും. രാമൻ പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും അവിടെ വന്നു. അന്നും വാതിൽ അടച്ചിരിക്കുകയാണ്. പക്ഷേ കൃപയാൽ തോമാച്ചനകത്ത് വരാൻ ദൈവം കൃപ കൊടുത്തു. ഞാൻ പറഞ്ഞത്, അവരെ കാത്തിരുന്നവരെ തേടി ആര് വന്നു? സമാധാനവുമായിട്ട് യേശു വന്നു. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ, കഥകടച്ച നിലവാരങ്ങളിൽ ചുറ്റും ശത്രുക്കളാണ്, എങ്ങോട്ടും ഇറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ നീ യഹോവയെ കാത്തിരിക്കുന്നുവെങ്കിൽ, യേശുവിനെ കാത്തിരിക്കുന്നുവെങ്കിൽ അവൻ വീണ്ടും വരോ. അകത്ത് വന്നവൻ പറയും, നിനക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിയും? യേശുവുള്ള ആലയത്തിൽ വന്നാൽ, വചനം സ്വീകരിച്ചാൽ സമാധാനം കിട്ടും. യേശുവിനെ കാത്തിരുന്നാൽ സമാധാനം കിട്ടും. വീണ്ടും റോമാലേഖനം 5:1 വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസം കിട്ടിയാൽ എന്തോ കിട്ടും? നിന്റെ അകത്തൊരു ധൈര്യം വരണം. ഒരു അമ്മയും പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഡെന്നിസ് വീട്ടിൽ വന്നു. ഡെന്നിസ് പഴയ ഞങ്ങളുടെ സുഹൃത്താണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഓഫീസിൽ അദ്ദേഹം ഒരു അധ്യാപകനാണ്. അവിടെ ചെന്നു സംസാരിച്ചതാണ്. അന്നും വരാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മക്കളെ ആലയത്തിൽ വാ. അവിടുന്ന് വചനം കേട്ടാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരത്തില്ല, ചിലപ്പോൾ അല്പം ബോറിംഗ് ആണെന്ന് തോന്നിയെന്ന് വരാം, ഉറക്കം വന്നുവെന്ന് വരാം. എന്നാലും വചനത്തിന്റെ ക്രിയ നിന്റെ അകത്ത് വെളിപ്പെടും. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം നിന്റെ അകത്ത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരിടത്തും ഈ സമാധാനം വിലയ്ക്ക് വാങ്ങാൻ കഴിവില്ല. യേശുവിന്റെ വചനത്തിന് മുമ്പിൽ നീ ആയിരിക്കുമെങ്കിൽ, സത്യാലിലായിരിക്കുമെങ്കിൽ, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം നിന്നെ ചുറ്റി മിന്നുകയാണ്. വസിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ വിശ്വസിച്ചാൽ എന്താ കിട്ടും? സമാധാനം. വീണ്ടും യെശയ്യാവിന്റെ പുസ്തകം 26-3 വാക്യം വായിച്ചേ. യെശയ്യാവ് 26:3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എങ്ങനെ? ആരാകണം ടീച്ചർ? ആരാകണം? സ്ഥിരമാനസൻ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. അവനെന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. ആ ഒരു സമർപ്പണം വേണം. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, സൗഖ്യമാക്കിയാലും സൗഖ്യമാക്കിയില്ലെങ്കിലും സ്ഥിരമാനസൻ. മഴ ഉണ്ടായാലും മഴ ഇല്ലെങ്കിലും, വണ്ടിക്കുലിക്ക് പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും സ്ഥിരമാനസനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം. ആരിൽ ആശ്രയിക്കണം? അങ്ങനെ ആശ്രയിക്കുമെങ്കിൽ പൂർണ്ണ സമാധാനം കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കും. വിശ്വസിക്കുന്നവർക്കായി. അപ്പോൾ ഒന്ന്, യേശുമായുള്ള കൂട്ടായ്മയിൽ യേശുവിന്റെ വചനം സ്വീകരിച്ചാൽ എന്തോ കിട്ടും? സമാധാനം. യേശുവിനെ കാത്തിരുന്നാൽ എന്തോ കിട്ടും?
വിശ്വസിച്ചാൽ എന്തോ കിട്ടും? സ്ഥിരമാനസിന് എന്ത് കിട്ടും? വീണ്ടും യേശുവിൽ ധൈര്യപ്പെട്ടാൽ യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ചങ്കത്ത് കൈവച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ വിഷയങ്ങളിൽ ദൈവത്തിൽ ധൈര്യപ്പെടാൻ കഴിയുന്നുണ്ടോ? അതാ ഏറ്റവും വലിയ വിജയം. ദാവീദിന്റെ ഭാര്യമാരെ അടക്കം എല്ലാം ശത്രു കൊണ്ടുപോയി. അവിടെ വായിക്കുന്നു, അവനോ യഹോവയിൽ ധൈര്യപ്പെട്ടു. നീ കൊണ്ടുപോ, ഇതെല്ലാം മടക്കി തരാൻ ആർക്ക് കഴിയും? എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ ചോദിക്കട്ടെ, യേശുവിൽ ധൈര്യപ്പെടാൻ കഴിയുമോ? രോഗത്തിന്റെ മുമ്പിൽ, പ്രതികൂലത്തിന്റെ മുമ്പിൽ, ശത്രുവിന്റെ മുമ്പിൽ, തടസ്സങ്ങളുടെ മുമ്പിൽ, അനാരോഗ്യത്തിന്റെ മുമ്പിൽ, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ ആരുമില്ല വിടക്കുന്ന എന്ന നിലവാരങ്ങളിൽ യേശുവിൽ ധൈര്യപ്പെടാൻ കഴിയുമോ? ഇവിടെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകാൻ ഞാൻ പറയുന്ന കാര്യം കേൾക്ക്. എന്താണ്? ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടമുള്ള ലോകത്തെ ജയിച്ചൊരു ദൈവമാണ് എൻ്റെ ദൈവം, എൻ്റെ അപ്പൻ എന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരു സമാധാനം നിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കരങ്ങളെ ചേർത്തടിച്ച് മുമ്പോട്ട് പോകാം. വീണ്ടും യെശയ്യാവ് 53:19 വാക്യം, വലിയ മാർമികമായ ഒരു കാര്യം. യെശയ്യാവ് 57:19. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. വളരെ ആഴമേറിയ വാക്യമാണ്. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും എന്ന് പറഞ്ഞാൽ നിനക്ക് അല്പം കുറവുള്ളവനായാലും നീ അടുത്ത് നിൽക്കുന്നവനാൽ നീ എന്ത് പറയണം? സമാധാനം സമാധാനം എന്ന് പറയണം. രാമൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീട്ടിൽ പോയാൽ എന്ത് പറയണമെന്ന് പറയുന്നത്? വീടിന് അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവനിൽ വസിക്കും, ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ സമാധാനം പറയണം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സം വരികയാണ്, അതങ്ങനെ ഒക്കത്തെ ഇങ്ങനെ ഒക്കത്തെ, അത് അവർ പറയുന്നു ഇവർ പറയുന്നു. സമാധാനം പറയാൻ കഴിയുമോ? ഈ വിഷയത്തിൽ എൻ്റെ രോഗവിഷയത്തിൽ ഒരു സമാധാനം, എൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു സമാധാനം. ഞാൻ പറയാറുണ്ട് പ്രിയ മക്കളെ, ഒരു ദൈവമകന് വിഷയങ്ങൾ പാഞ്ഞു വരും, കാട്ടരുവി പോലെ പാഞ്ഞു വരും. പക്ഷേ നിന്റെ അടുക്കലെത്തുമ്പോൾ ഒരു ചെറിയ സമാധാനമുള്ള അരുവി പോലെ ഒഴുകി മാറും. പ്രതികൂലങ്ങൾ ദൂരവേ കണ്ടപ്പോൾ എന്തായിട്ട് തോന്നി? ഇരുമ്പ് വലകൾ. അയ്യോ, ശത്രു ഇരുമ്പ് വല കെട്ടിയിരിക്കുകയാണ്, ഞാനങ്ങോട്ട് പോകുന്നില്ല, അയ്യോ. പക്ഷേ പ്രാർത്ഥനാ ചുവടുകൾ മുന്നോട്ട് വെച്ച് പോയപ്പോൾ മനസ്സിലാക്കി, ഇരുമ്പ് വലയല്ല, ചെലന്തി വലയാണ്. ഒരാമയം പറഞ്ഞാട്ടെ, ഇരുമ്പ് വലയല്ല, ചെലന്തി വല. ഒറ്റ അടിക്കതെല്ലാം മാറിപ്പോയി. നിന്റെ പ്രയാസങ്ങളൊക്കെ നിസ്സാരമായി മാറ്റുവാൻ ദൈവത്തിന് കഴി, ദൈവത്തിന് കഴി, 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 കഴി. ഹല്ലേലൂയ. മുമ്പോട്ട് പോട്ടെ. അപ്പോൾ സമീപസ്ഥനായാലും ദൂരസ്ഥനായാലും എന്ത് പറയണം? അസമാധാനം എന്നെ കൊണ്ടേ മറയൂ. ഈ തൊന്തരങ്ങളൊന്നും തീരുന്നില്ലല്ലോ, പൊല്ലാപ്പുകൾ അവസാനിക്കുന്നില്ലല്ലോ. എൻ്റെ അർത്ഥം എന്താണ്? സമാധാനം ഇതെന്നെ കൊണ്ടേ മറിയൂ. അയ്യോ കഷ്ടം, ദുരിതം മാറുന്നില്ലല്ലോ. അപ്പൊ നീ എന്ത് പറയാണ്? അസമാധാനം, അസമാധാനം, അസമാധാനം. ഇങ്ങനെ പറയരുത്. എന്ത് പറയണം? സമാധാനം, സമാധാനം. ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ ഒരു വാക്ക് പറയും, ശാലോം. എന്താണ് ശാലോം? സമാധാനം. അതുകൊണ്ട് എന്താ അവന് സമാധാനമുണ്ട്? ഉണ്ടോ മക്കളെ? ഇവിടെ പറയുന്ന പോലെ ഒന്നും അല്ല. അവിടെ പല പടക്കങ്ങൾ പൊട്ടുന്നതല്ലാതെ ഒരു ബോംബിനും അവിടെ ഒന്നും കയറാനുള്ള കഴിവില്ല.
ഞാൻ ചോദിക്കട്ടെ, എത്രയെത്ര ശത്രുപക്ഷത്തുള്ള എത്രയെത്ര വലിയ നേതാക്കന്മാർ മരണപ്പെട്ടു? ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു മന്ത്രി മരിച്ചോ? കാര്യമെന്താണ്? അവന് സമാധാനമുണ്ട്. അവന് സമാധാനം കൊടുക്കുന്നൊരു ദൈവം. അപ്പോൾ സമാധാനം എന്ത് ചെയ്യണം? കൂടെ കൂടെ പറയണം കേട്ടോ. എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ എല്ലാം അങ്ങോട്ട് ഇടുന്ന് പറയണം സമാധാനം. ശാലോ എന്ന് പറഞ്ഞാൽ ശാലോം, ശാലോ പഠിച്ചാട്ടെ, ശാലോം ഗളിമ, ശാലോം, ശാലോം. ഓക്കെ, പഠിക്കണം കേട്ടോ, നല്ല വാക്കാ ശാലോ എന്ന് പറയാം കേട്ടോ. അതുപോലെ സംഭവിക്കും, ദൈവം അത് സംഭവിപ്പിക്കും. കാരണം ആദരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിന്റെ ആദരത്തിന് പ്രത്യേകതയുണ്ട്. നീ പറയുന്നത് അതുപോലെ സംഭവിക്കും, സംഭവിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും പോകുന്നു, മുമ്പോട്ട് പോകാം. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ, 7 കാര്യം പറഞ്ഞു. റോമർ 14:7-17 വാക്യം വായിച്ച്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. സമാധാനം വേണമെങ്കിൽ എവിടെ പാർക്കണം? ദൈവരാജ്യത്തിൽ പാർക്കണം. ലോകരാജ്യമുണ്ട്, ദൈവം ഭരിക്കുന്ന രാജ്യത്തിനാണ് എന്ത് പറയുന്നത്? ദൈവരാജ്യം. നീ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തു പോകുമ്പോൾ നീ എവിടാ? ദൈവരാജ്യത്തിലാ. നിന്റെ കാര്യം നോക്കുന്നത് ആരാ? ദൈവമാ. ഒരമ്മയും പറഞ്ഞാട്ടെ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ ആഹാരവും പാനീയവും മാത്രമല്ല. എന്തുണ്ട്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. വാസ്തവത്തിൽ എന്നെയൊക്കെ ഭരിക്കുന്ന സന്തോഷം എത്ര വലുതാണ്. ഞാൻ വെറുതെ നമ്മളെ ഓരോരുത്തരുടെയും കാര്യം പറഞ്ഞാൽ പറയുകയാണ്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന സമാധാനമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. ഒരു തടസ്സങ്ങളുമില്ല, വെച്ചുകെട്ടലല്ല, പരമാർത്ഥം പറയുകയാണ്. പക്ഷേ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യണം. ശ്രദ്ധിച്ച് കേക്ക്. ദൈവം പോക്കറ്റിലല്ല. പ്രാർത്ഥിക്കണം, മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ഒരിടത്തേക്ക് പോകുന്നു, ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്നേഹിതന്മാരെ, കൂടപ്പിറപ്പുകളെ, ദൈവത്തെ അനുകൂലമാക്കിയിട്ട് പോ. ഒന്നും തടസ്സമല്ല. ജാതികളും വംശങ്ങളും ഭാഷകളും വണങ്ങി നിൽക്കും. ശ്രദ്ധിച്ചു കേക്ക്. അധികമൊന്നും പ്രാർത്ഥിക്കണ്ട. സ്വർഗീയ പിതാവേ, ഞാൻ പുറത്തേക്ക് പോകുന്നു, നിന്റെ സാന്നിധ്യം എനിക്ക് മുന്നേ പോകണം. എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കണം. 3, എല്ലാ ദുഷ്ട പ്ലാനുകളെയും യേശുവിന്റെ നാമത്തിൽ റദ്ദ്. കഴിയുമെങ്കിൽ എല്ലാ ദുഷ്ട പ്ലാനുകളെയും യേശുവിന്റെ നാമത്തിൽ ചവിട്ടുന്നു. അത്രയേ ഉള്ളൂ. നീ രാജാവാ. വാഴ്ചകളും അധികാരങ്ങളും വണങ്ങി നിൽക്കും. ഞാൻ പറഞ്ഞത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും സകല ബുദ്ധിയെയും കവിയുന്നൊരു സമാധാനം. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞാട്ട്. യേശുവായുള്ള കൂട്ടായ്മയിൽ എന്ത് കിട്ടും? വചനത്താൽ സമാധാനം കിട്ടും. പറഞ്ഞാട്ട് എല്ലാവരും. യേശുവായുള്ള കൂട്ടായ്മയിൽ, എല്ലാവരും യേശുവായുള്ള കൂട്ടായ്മയിൽ യേശുവിന്റെ വചനത്താൽ സമാധാനം കിട്ടും. യേശുവിനെ കാത്തിരുന്നാൽ സമാധാനം കിട്ടും. വിശ്വസിച്ചാൽ സമാധാനം കിട്ടും. സ്ഥിരമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ സമാധാനം കിട്ടും. യേശുവിൽ ധൈര്യപ്പെട്ടാൽ സമാധാനം കിട്ടും. സമാധാനം പറഞ്ഞാൽ സമാധാനം കിട്ടും. ദൈവ രാജ്യത്തിൽ ജീവിച്ചാൽ സമാധാനം കിട്ടും. മടങ്ങി വരട്ടെ വാഴുന്ന ദൂതിലേക്ക്. വെളിപ്പാട് പുസ്തകം 5:9-10 വാക്യങ്ങൾ. അല്പം നീണ്ടുപോയാലും വിലപ്പെട്ട വചനങ്ങളാ കേൾക്കുന്നത്. വെളിപ്പാട് 5:9-10. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. ഭൂമിയിൽ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ജനം ഭൂമിയിൽ വാഴുന്നു. ഈ വാക്യത്തിന്റെ പ്രസക്തി അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളെ വാഴാതിരിപ്പിക്കുന്നത് ആരാണ്? ഈ ലോകത്തിലെ ദൈവം. നിങ്ങൾ വാഴ്ന്നാൽ അവന് വാഴ്ചയില്ല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വാണാൽ അവന് വാഴ്ചയില്ല.
നിങ്ങളുടെ ബിസിനസ്സിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ വാണാൽ പിശാചിനവിടെ വാഴ്ചയില്ല. അതുകൊണ്ട് നീ വാഴുന്നത് ആർക്കും ഇഷ്ടമല്ല, പിശാചിന് ഇഷ്ടമല്ല. അവന്റെ ഇഷ്ടക്കേട് കൊണ്ട് നിനക്കൊരു പ്രശ്നവുമില്ല. കാര്യം എന്താണ്? നിന്നെ ദൈവം വിലയ്ക്ക് വാങ്ങി. ഒരാമയും പറഞ്ഞാട്ട്, നിന്നെ ആര് വിലയ്ക്ക് വാങ്ങി? എന്ത് കൊടുത്ത് വിലയ്ക്ക് വാങ്ങി? തവിടോ? വിലയേറിയ രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് അവന് നിന്റെ മേൽ അവകാശം ഇല്ല. അതാണ് യേശുവിൻ രക്തം ജയം. ഞാൻ പറയാറുണ്ട്, ഒരു പാരമ്പര്യ പെന്തക്കോസ്തനെ വിളിച്ചിട്ട് അതിന്റെ അർത്ഥം ചോദിക്കുക. അവൻ പറയും, ആ യേശുവിൻ രക്തം, ആ രക്തം ചെയ്യാതാ. അതിന്റെ അർത്ഥം എന്താണ്? പിശാചേ, നിനക്കെന്റെ മേൽ അവകാശമില്ല. സത്യവിശ്വാസിക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താണ്? നിന്റെ ഒരു കളി ഇവിടെ നടക്കത്തില്ല മക്കളെ. നിന്നെ ചലിക്കാൻ സമ്മതിക്കത്തില്ല. കാര്യം എന്താണ്? എന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു ഉടമസ്ഥനുണ്ട്. എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കുന്ന, എന്നെ സൗഖ്യമാക്കുന്ന, എന്നെ വിടുവിക്കുന്ന, എന്നെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു ഉടമസ്ഥനുണ്ട്. അതുകൊണ്ട് പിശാചേ, നിനക്കെന്റെ മേൽ ഒരു അധികാരവുമില്ല. യേശുവിൻ രക്തം ജയം. ഈ അർത്ഥം അറിഞ്ഞു പറഞ്ഞാലേ അതിന്റെ വിടുതൽ വ്യാപരിക്കും. നമുക്കറിയാം, എന്തൊക്കെ പോലെ യേശുവിൻ രക്തം ജയം എന്തുവാ അർത്ഥം അറിയത്തില്ല. അർത്ഥം അറിയാതെ പറഞ്ഞോടാ യേശുവിൻ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അത് കാര്യമൊന്നുമില്ല. അർത്ഥം അറിഞ്ഞ് പറയണം. പിശാചിന് ബോധ്യപ്പെടണം അതിന്റെ അർത്ഥം നിന്റെ വായിൽ നിന്ന്. പിശാചേ, നിനക്കെന്റെ മേൽ ഒരു അവകാശമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു, പിശാചേ നിനക്കെന്നോട് ഒരു കാര്യം. യേശുവിൻ രക്തം ജയം. പറഞ്ഞേ പറഞ്ഞേ, യേശു കൂടെ പറയണം കേട്ടോ. കൂടെ പറയണം ഈ വാക്ക്, യേശുവിൻ രക്തം. ഇത് പറഞ്ഞാൽ നിനക്ക് നോർമലാ. യേശുവിൻ രക്തം ജയം. എന്താണ്? പിശാചേ, നിനക്കെന്റെ മേൽ അവകാശമില്ല. ഓക്കെ, മടങ്ങി വരട്ടെ. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. വെളിപ്പാട് 20:6 വാക്യം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഭാവിയിൽ നടക്കുന്നൊരു കാര്യമാണ് അവിടെ ഇരിക്കുന്നത്. താമസമേ നമ്മുടെ കർത്താവ് രണ്ടാമതും വരും, നമ്മളെ ചേർക്കും. അങ്ങനെ നാം ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് യോഗ്യരായി മാറും. ഒന്നാമത്തെ പുനരുത്ഥാന യോഗ്യനായവൻ ഭാഗ്യവാൻ. അവൻ്റെ മേൽ എന്തില്ല? രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനം നീതിമാന്മാരുടെ പുനരുത്ഥാനം. രണ്ടാമത്തെ പുനരുത്ഥാനം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. അത് ഒടുക്കത്തെ നാളിലാണ്. വെള്ളസിംഹാസന ന്യായവിധിയിൽ എല്ലാവരും ഉയർപ്പിക്കപ്പെടും. എല്ലാ ദുഷ്ടന്മാരും എവിടെ കിടക്കുന്നതിനാലും എഴുന്നേറ്റ് ചെന്നേ പറ്റൂ. എന്തിനാണ്? സ്വർഗം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അല്ല നരകം സ്വീകരിക്കാൻ. ദുഷ്ടന്മാര്. കാര്യം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ആര് പോകും? നീതിമാന്മാര് ദൈവമായിട്ട് ചേരും. രണ്ടാം പുനരുത്ഥാനത്തില് ദുഷ്ടന്മാർ എവിടെ ചെല്ലും? ദൈവം മുമ്പാകെ ചെല്ലും. വെള്ള സിംഹാസന ന്യായവിധി. അന്ന് ഇടത്തും വലത്തുമായി തിരിക്കും. വലത്തുള്ളവരെ എങ്ങോട്ട് വിടും? സ്വർഗത്തിലേക്ക്. ഇടത്തുള്ളവരെ എങ്ങോട്ട്? നിത്യനാശത്തിലേക്ക്. അപ്പോൾ